ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്തേ കണ്ടോ, നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റാണിത്. നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ ഫ്ലവറാണിത്. മാർച്ച് മാസം പകുതി കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയത്. പൂക്കളെന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ആദ്യമേ ഇതുപോലെ വന്നിട്ട് ഏപ്രിൽ 10-നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ രാത്രി ഏപ്രിൽ 9-ാം തീയതി രാത്രിയിലാണ് ഇത് വിരിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളിതിന് സെൽഫ് പോളിനേഷൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പൂക്കളെല്ലാം കായ്കളായി മാറുകയുള്ളൂ എന്നുള്ളത്. ഇത് കണ്ടോ, ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് ഒരുപാട് ഈച്ചകളൊക്കെ, തേനീച്ച തന്നെയാണ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈച്ചകളുടെ സാന്നിധ്യമുണ്ട്. ഇതുപോലെ പ്രാണികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അത് തനിയെ അങ്ങ് കായ്കളാകും. എന്നാൽ ഈ ഈച്ചകളുടെ സാന്നിധ്യമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് പോളിനേഷൻ വരാതെ ഇത് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി കായ്കൾ നഷ്ടപ്പെടുന്നത്. നമുക്ക് ആ സംശയം വേണ്ട. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പൂക്കൾ വന്നതിന് ശേഷം കൊഴിഞ്ഞു പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവറിൽ തന്നെയാണ് ആൺപൂവും പെൺപൂവും ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പെൺപൂവാണ്. അകത്തോട്ടുള്ള ഒരുപാട് പൂമ്പൊടി ഇരിക്കുന്നത് കണ്ടോ, അതാണ് ആൺപൂവേ. നിങ്ങൾക്ക് കാണാമോ? ഈ ആൺപൂവിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് നമ്മൾ പെൺപൂവിലോട്ടാക്കി കൊടുക്കുക. കുറച്ച് പൂ വലുതായതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂൺ നമ്മൾ അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും നീളമുള്ള ഐറ്റം, ഞാൻ തന്നെ ഇവിടെ ഒരു പേന എടുത്തിട്ടുണ്ട്, അതിട്ട് ഇതിൽ കളക്ട് ചെയ്യാണ്. സ്പൂണിനകത്തോട്ട് ഈ പൂമ്പൊടി തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പൂണ് നിറയുന്നതിനെക്കാട്ടിലധികം പൂമ്പൊടി ഇതിനകത്ത് ശരിക്കും പറയാനുണ്ട്. ഇപ്പം തന്നെ കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ കളക്ട് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള പൂമ്പൊടി കളക്ട് ചെയ്ത് കണ്ടോ, ഇത് ഞാൻ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് വീണിട്ടുണ്ട് കണ്ടോ. പെൺപൂവിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയും നമുക്ക് അതിൻ്റെ ഇവിടെ എല്ലാം ഇതിനെ ആക്കി കൊടുക്കാം. ഇനി ഉറപ്പായിട്ടും ഈ പൂവ് കായാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് ഈ പൂക്കൾ വന്നിട്ട് ഇതുപോലെ ഈച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ അതെല്ലാം കായ്കളാകും. രാത്രിയിലാണ് പൂവ് വിരിയുന്നത്. രാത്രിയിൽ വേണമെങ്കിലും നമുക്കിതുപോലെ സെൽഫ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. ഇനിയും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള വിഷമം ആർക്കും വേണ്ട, നിങ്ങളിതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതിന് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുത്ത് 30-ാം ദിവസം നമുക്കിതിനെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഫ്രൂട്ടായിട്ട് കിട്ടും. 30 ദിവസം മതി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.